നമസ്കാരം. അമേരിക്കയെ വെല്ലുവിളിച്ച് ഇറാനികൾ വാഷിംഗ്ടണിൽ നുഴഞ്ഞുകയറി. കരയുദ്ധത്തിന് കരുത്ത് കാട്ടി ഇറാനികൾ. അമേരിക്കയെ നേരിട്ടുള്ള കരയുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണ് ഇറാനികൾ. ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വെല്ലുവിളി. പശ്ചിമേഷ്യൻ സംഘർഷം കരയുദ്ധത്തിലേക്ക് കടക്കുമെന്ന ആശങ്കകൾക്കിടെ അമേരിക്കയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചുകൊണ്ടുള്ള വീഡിയോ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇറാൻ സൈന്യത്തിന്റെ കുതിപ്പ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരു മാസം പിന്നിടുമ്പോൾ അമേരിക്കയെ നേരിട്ടുള്ള കരയുദ്ധത്തിന് വെല്ലുവിളിക്കുന്നത് ഇതാദ്യമാണ്. അങ്ങനെയുള്ളൊരു വെല്ലുവിളി വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ സൈന്യം. ഇറാന്റെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾ വിവിധതരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല അതിനകത്ത് പറയുന്നത് നിങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അതൊരു വെല്ലുവിളിയുടെ സ്വരമാണ്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായിട്ടുള്ള പ്രസ് TV വഴിയാണ് ഇത്തരത്തിലൊരു സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളുടെ കരുത്ത് പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിവിധതരം അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലും ഗറില്ല യുദ്ധമുറകളിലും വിദഗ്ധരായിട്ടുള്ള ഇറാന്റെ കമാൻഡോകൾ യുദ്ധത്തിന് സജ്ജമാണ് എന്നുള്ള തരത്തിലുള്ള വാക്കുകൾ വ്യക്തമാക്കുന്ന സംഭവമാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത്. അമേരിക്കൻ സൈനികരെ പരാജയപ്പെടുത്താൻ തങ്ങൾക്ക് കരുത്തുണ്ട് എന്ന് ഇറാന്റെ അവകാശവാദം കൂടി ആ വീഡിയോയിൽ കാണാൻ കഴിയും. വീഡിയോ ചിത്രീകരിച്ചത് എന്താണ് എന്ന് വ്യക്തമല്ല എങ്കിലും നിലവിലെ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യത്തിൽ ഇത് പുറത്തുവിട്ടത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെയുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള യുദ്ധനീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടേണ്ടത്. അതിനിടെ മേഖലയിലെ അമേരിക്ക തങ്ങളുടെ സൈനിക സാന്നിധ്യം വൻതോതിൽ വർദ്ധിപ്പിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും US സൈന്യത്തിലെ പ്രശസ്തമായിട്ടുള്ള 82ാം എയർബോൺ വിഭാഗത്തിൽപ്പെട്ടുള്ള ആയിരക്കണക്കിന് സൈനികർ പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമടക്കം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിനോടകം തന്നെ 2500 US മറീനുകൾ മേഖലയിൽ എത്തിക്കഴിഞ്ഞു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഫെബ്രുവരി 28 ആരംഭിച്ച സംഘർഷം മാർച്ച് അവസാനിക്കുമ്പോഴും ശമനമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ലോകത്തെ ആകെ ആശങ്കയിലാക്കുന്നത്. വ്യോമാക്രമണങ്ങളിൽ നിന്ന് പശ്ചിമേഷ്യൻ പോരാട്ടം ഒരു കരയുദ്ധത്തിലേക്ക് വഴിമാറുമെന്നുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള പുതിയ നീക്കങ്ങൾ പുറത്തു വരുന്നതിന് ശേഷം, അത്തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നതിന് ശേഷം പുതിയ നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഇറാന്റെ ഭീഷണി നിലനിൽക്കെ തന്നെ ഇസ്രായേലിന്റെ പിന്തുണയുമായിട്ട് US സൈന്യം നിലയുറപ്പിക്കുന്നത് സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. അനുരഞ്ജന ചർച്ചയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന US തന്നെയാണ് രഹസ്യമായിട്ട് കരയുദ്ധത്തിന് പദ്ധതിയിടുന്നത് എന്നുള്ളതാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാക്കിർ ഖാലിബഫ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ആഴ്ചകളോളം നീളുന്ന ഈ കരയുദ്ധത്തിനായിട്ടാണ് US തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കം റിപ്പോർട്ട് ചെയ്തത്. ഹോർമുസ് കടലിടുക്ക് തുറന്ന് ഇന്ധന പ്രതിസന്ധി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് ഈ ഇസ്ലാമാബാദിൽ പാക് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദർ തുർക്കി, ഈജിപ്റ്റ്, സൗദി വിദേശകാര്യമന്ത്രിമാരുമായിട്ട് ചർച്ചകൾ നടത്തിയതെന്നാണ് വിവരം. അപ്പോൾ ശുപാർശകൾ US കൈമാറിയതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് സമാന്തരമായിട്ട് പാക് സേനാ മേധാവിയായിട്ടുള്ള അസിം മുനീർ US വൈസ് പ്രസിഡന്റ് JD വാൻസുമായിട്ട് നിരന്തരമായിട്ടുള്ള ആശയവിനിമയത്തിലാണ് എന്നാണ് അറിയുന്നത്. ഹോർമുസിലെ തടസ്സം നീക്കിയാൽ വെടിനിർത്തൽ കരാറിലേക്ക് എത്താനാവുമെന്നാണ് തുർക്കിയുടെ കണക്കുകൂട്ടൽ. ഹോർമുസ് തുറക്കൽ, ആണവായുധ നിരായുധീകരണം തുടങ്ങിയ വ്യവസ്ഥകളോടെ കഴിഞ്ഞ ആഴ്ചയിൽ US വെച്ച 15 വെടിനിർത്തൽ കരാർ ഇറാൻ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആഗോള വിപണിയിലും എണ്ണ വിപണിയിലും ഒക്കെ ഈ പറയുന്ന ഒരു വർദ്ധിത വീര്യത്തോടു കൂടിയുള്ള വില വർധനവ് ഈ യുദ്ധ സാഹചര്യം വലിയ ആഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ സമാധാന ചർച്ചകൾ എങ്ങും എത്താത്ത സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെയാണ് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാനികൾ പടപൊരുതാൻ രംഗത്തെത്തുന്നത്. ഈ കരയുദ്ധത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ വാഷിംഗ്ടണിനെ US ക്ഷണിച്ചു വരുത്തുന്നത് വെല്ലുവിളിയായിട്ട് തന്നെ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് US എത്തിപ്പോവുകയാണ്. മാത്രമല്ല, ആ വെല്ലുവിളി സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വാഷിംഗ്ടണിലേക്ക് നുഴഞ്ഞു കയറി അമേരിക്കയെ തച്ചു തകർക്കുക എന്നൊരു ലക്ഷ്യം ഇറാനികൾ കൊണ്ടുതാനും. അപ്പോൾ കരയുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് വലിയ കരുത്ത് കാട്ടാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ഇറാനികൾ എന്ന് പറയപ്പെടുന്നത്. ആ ഇറാനികളുടെ കരയുദ്ധത്തിലെ വർദ്ധിത വീര്യത്തിനുള്ളിൽ ഈ പറയുന്ന ട്രംപിന്റെ അമേരിക്കൻ സേനയും ഒക്കെ വെണ്ണീറാകാതിരുന്നാൽ നല്ലത്.